കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ്, ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. മൗനത്തോളം ശക്തമായ ഭാഷയില്ല, മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. സ്ഥാനമില്ലാത്തിടത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത്. സ്ഥാനമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തിടത്ത് പോലും അഭിമാനത്തോടെ നിൽക്കാം. മറ്റൊരാളുടെ കണ്ണു നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസേ കാണുകയുള്ളൂ. വാക്കാണ് ഏറ്റവും വലിയ സത്യമെന്ന് കരുതി പലതും നമ്മൾ വിശ്വസിക്കും. പക്ഷേ അതെല്ലാം വെറും വാക്കുകൾ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകും. നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെ മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. കൂടെയുള്ളവരെ പുറകിൽ നിന്നു കുത്തുക, മുന്നിൽ നല്ലവൻ ചമയുക, ഇതാണ് ചിലരുടെ സത്യസന്ധത. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നാം നിൽക്കേണ്ട സ്ഥലം വ്യക്തമാകും. കാലിടറുമ്പോൾ നമുക്കൊരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട്. പലരുടെയും പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിനാരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ. ഒരുപക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യം. എരിഞ്ഞൊടുങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം. പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം. യാത്ര തുടരാം, നല്ല ചിന്തകളുടെ കരുത്തുള്ള മനസ്സോടെ. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. നമ്മൾ ഒരിക്കലും പുറകോട്ട് നോക്കി സഞ്ചരിക്കരുത്. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. വിട്ടുനിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനമില്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നമ്മൾ വീഴുന്നതൊരിക്കലും ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. നമുക്കിടമില്ലാത്ത ഹൃദയങ്ങളിൽ ഒരിക്കലും നിൽക്കരുത്. ഇറങ്ങി നടന്നേക്കണം, എത്ര പ്രിയപ്പെട്ടതായാലും. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. നമ്മൾ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. അസൂയക്കാരന് ഒരിക്കലും സമാധാനമുണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മൾ സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളെക്കാൾ വലുതാകില്ല 1000 ബുക്കുകളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും. ചിന്തകൾ നന്നായിരിക്കണം. കാരണം കാഴ്ചാശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. നമ്മൾ കയറിപ്പോയ ഓരോ പടികളും എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം അവ എന്നു നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരുമെന്ന് പറയാനാവില്ല. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും ചിലപ്പോൾ സ്ഥിരതയുണ്ടാകുമെന്ന് കരുതരുത്. ഓരോ നിമിഷവും നമ്മൾ നമ്മളായി തന്നെ തുടരുക. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. ആരിൽ നിന്നും നമ്മൾ അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം.
നിങ്ങളുടെ സത്യസന്ധത ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുകയുമില്ല. നമ്മുടെ മനസ്സിൽ നന്മയുള്ള പ്രകാശമുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും അറിയാൻ താല്പര്യം കാണിക്കും. ദേഷ്യമത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്നവന്റെ മുഖമൂടിയാണ്. കണ്ണുനീറത് മനസ്സ് മുറിപ്പെട്ടവന്റെ മുഖമൂടിയാണ്. പുഞ്ചിരിയത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവന്റെ മുഖമൂടിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? മനസ്സൊന്ന് തെറ്റിയാൽ നാം പിന്നെ ഭ്രാന്തനാണ്. ശരീരം തളർന്നു പോയാൽ പിന്നെ രോഗിയും. ശ്വാസം നിലച്ചുപോയാൽ ജീവനില്ലാത്ത വെറും ജഡവും. ജീവിച്ചിരിക്കുമ്പോൾ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവർ മരണത്തിന് ശേഷം നന്മകൾ എണ്ണിപ്പറയും. പുച്ഛത്തോടെ മാത്രം നോക്കിയവരുടെ കണ്ണിൽ വെറുതെ നനവ് പൊടിയും. ജീവിച്ചിരിക്കുമ്പോൾ കയറിച്ചെല്ലാൻ മടിച്ചു മാറി നിന്ന വീട്ടിലേക്ക് മരണമറിഞ്ഞാൽ ഓടിച്ചെല്ലും. ജീവിച്ചിരിക്കുമ്പോൾ നൽകേണ്ട അംഗീകാരം മരണത്തിന് ശേഷം നൽകിയിട്ട് എന്ത് പ്രയോജനം? മനുഷ്യന്റെ നാവ് നല്ലതല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടു നടന്ന ബന്ധങ്ങൾ ആണെങ്കിലും ഇമ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നു പോകും. പിന്നീടത് തിരിച്ചു പിടിക്കാൻ നല്ല പ്രയാസമാണ്. ഒരാളെ അടുപ്പിക്കുന്നതും അകറ്റുന്നതും നാവാണ്. തോറ്റുകൊണ്ട് തുടങ്ങണം. പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം. സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണം. വിയർപ്പൊഴുക്കി വിജയിക്കണം. നട്ടെല്ല് നിവർത്തി നിൽക്കണം. പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യണം. നന്നായി ഉറക്കം വരുന്നവർക്ക് കിടക്കാനൊരു നല്ല ഇടമില്ല. എല്ലാമുള്ളവന് ഉറക്കം തീരെ വരുന്നില്ല. ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്റെ കയ്യിൽ പണമില്ല. പണമുള്ളവർക്ക് കരുണയുള്ള ഹൃദയവുമില്ല. എന്നായി ഈ ലോകം.